ലോകത്തെ നടുക്കിയ ചെർണോബിൽ ആണവ ദുരന്തത്തിന് ഏതാണ്ട് 38 വയസ്സ് തികഞ്ഞിരിക്കുന്നു. 1986 സോവിയറ്റ് ന്യൂക്ലിയർ റിയാക്ടറിലെ ടെക്നീഷ്യന്മാർക്ക് തങ്ങളുടെ പരീക്ഷണം ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാതെ വരികയായിരുന്നു. കഥ ഇങ്ങനെ: 38 വർഷം മുൻപ് ഏപ്രിൽ 26 ഇന്നത്തെ ഉക്രൈൻ്റെ ഭാഗമായിരുന്ന പ്രിപ്യാത്ത് നഗരത്തിലെ ചെർണോബിലി ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ലോകത്തെ തന്നെ നടുക്കിയിട്ടുള്ള ഒരു ആണവ ദുരന്തം അരങ്ങേറിയത്. 1986 സംഭവിച്ചിട്ടുള്ള ഈ ഒരു അപകടം വേണ്ടത്ര പരിശീലനം ലഭിക്കാത്ത ജീവനക്കാരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാത്ത റിയാക്ടർ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് സംഭവിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ അപകടത്തെ തുടർന്ന് സംഭവിച്ചിട്ടുള്ള നീരാവിയും അതിൻ്റെ വിസ്ഫോടനവും തീപിടുത്തവും കാരണം ചുരുങ്ങിയത് 5% റേഡിയോ ആക്റ്റീവ് കോറെങ്കിലും അന്തരീക്ഷത്തിൽ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ലയിച്ചു ചേർന്നു എന്ന് വേണം പറയാൻ. യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അനന്തഫലങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അന്ന് 1986 സോവിയറ്റ് ന്യൂക്ലിയർ റിയാക്ടറിലെ ടെക്നീഷ്യന്മാർക്ക് തങ്ങളുടെ പരീക്ഷണം ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാതെ വരികയായിരുന്നു. അപകടം നടന്ന രാത്രി ചെർണോബിലെ പ്ലാന്റിലെ 2 ജീവനക്കാർ വിസ്ഫോടനം കാരണം മരണപ്പെടുകയും തുടർന്നുള്ള ആഴ്ചകളിൽ അക്യൂട്ട് റേഡിയേഷൻ സിൻഡ്രം കാരണം 28ഓളം പ്ലാന്റ് ജീവനക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. എന്തിനധികം പറയുന്നു, ദുരന്തം കഴിഞ്ഞ് 3 പതിറ്റാണ്ടിന് ശേഷവും പ്രിപ്യാത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകളെ അപകടത്തിൻ്റെ ഒരു ഭീതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ചെർണോബില് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലെ റിയാക്ടറിൻ്റെ 4ാമത്തെ യൂണിറ്റിലാണ് അപകടം ഉണ്ടായത് തന്നെ. എന്ന് വെച്ചാൽ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. പരീക്ഷണത്തിനിടെ ടെക്നീഷ്യന്മാരെ വൈദ്യുതി നിയന്ത്രിക്കുന്ന സിസ്റ്റം ഓഫാക്കിയതും ഒരടിയന്തര സുരക്ഷാ നിയന്ത്രണങ്ങൾ പാലിക്കാത്തതുമൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊരു അപകടത്തിന് വിനയായത്. മാത്രമല്ല, മെഷീൻ ഓഫാക്കിയതിന് ശേഷവും റിയാക്ടറിൽ 7% പവർ അവശേഷിച്ചതാണ് വൻ ദുരന്തം സംഭവിക്കാൻ കാരണമായത്. ചുരുക്കി പറഞ്ഞാൽ, ടെക്നീഷ്യന്മാരുടെ അബദ്ധങ്ങളും മറ്റു സുരക്ഷാ പരാജയങ്ങളുമാണ് പരീക്ഷണം നടത്തുന്നവരുടെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടാൻ കാരണമായത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൻ വിസ്ഫോടനം സംഭവിക്കുകയും മാത്രമല്ല, റിയാക്ടറിലെ കൂറ്റൻ മെറ്റീരിയൽസ് അത് അത്തരം ലീഡുകളെല്ലാം തന്നെ കത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ പിന്നീട് ഗ്രാഫൈറ്റ് റിയാക്ടറിൽ തീപിടിക്കുകയും റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കുകയുമായിരുന്നു. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചതിനേക്കാൾ വലിയ റേഡിയേഷനാണ് ചെർണോബിൽ ദുരന്തം വഴി സംഭവിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ അപകടം നടന്നതിന് ശേഷം ആളുകൾ പിന്നീട് പ്രിപ്യാത്തിൽ താമസം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. 1991 തീപിടുത്തം കാരണം ചെർണോബിലിൻ്റെ 2ാം യൂണിറ്റും 1996 1ാം യൂണിറ്റും അടച്ചുപൂട്ടി. എന്നാൽ 2000 വരെ 3ാം യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഏതാണ്ട് സംഭവം നടന്ന് 38 വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും അപകടം നടന്ന സ്ഥലത്ത് ആളുകൾക്ക് താമസിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വിനോദസഞ്ചാരികൾക്ക് നിശ്ചിത സമയത്തേക്ക് പ്രിപ്യാത്തിലേക്കും അപകട സ്ഥലത്തിലേക്കും ഉക്രൈൻ സർക്കാർ പ്രവേശനാനുമതി നൽകാറുമുണ്ട്. ഏതാണ്ട് 50 ലക്ഷം പേരുടെ മരണത്തിനിടയാക്കിയ, ഇപ്പോഴും ഇഞ്ചിഞ്ചായിട്ട് ആയിരങ്ങളുടെ ജീവനെടുത്തുകൊണ്ടിരിക്കുന്ന ചെർണോബിൽ ദുരന്തത്തിന് ഏതാണ്ട് ഇന്നേക്ക് 38 വർഷം. 1970 ഉക്രൈനിലെ പ്രിപ്യാത്ത് നദീതീരത്ത് അക്കാലത്തെ ഏറ്റവും വലുതും ആധുനികവുമായിട്ടുള്ള ഒരു ആണവ നിലയം സ്ഥാപിക്കപ്പെട്ടു. അന്നത്തെ പ്രധാന ലോകശക്തികളായിട്ടുള്ള അതിലൊന്നായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ അഭിമാന സ്തംഭം എന്ന നിലയ്ക്കാണ് ചെർണോബിൽ എന്ന പേരിട്ട് ഈ നിലയം പണിതുയർത്തിയത്. ഇതിൽ തന്നെ റഷ്യൻ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ലൈറ്റ് വാട്ടർ ഗ്രാഫൈറ്റ് മോഡറേറ്റഡ് റിയാക്ടറുകളുടെ ഗണത്തിൽപ്പെട്ടതും 1000 മെഗാവാട്ട് വീതം ശേഷിയുള്ളതുമായിട്ടുള്ള 4 റിയാക്ടറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കൽക്കരി, ഡീസൽ, ഗ്യാസ് എന്നിവ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കി ഈ നീരാവിയുടെ ഉന്നത സമ്മർദ്ദത്തിൻ്റെ സഹായത്താൽ ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് താപവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്. ആണവ വൈദ്യുത നിലയങ്ങളിൽ അണുവിഭജനത്തിലൂടെ ലഭിക്കുന്ന താപോർജ്ജത്തിലൂടെ ജലം നീരാവിയായി മാറുന്നു എന്നുള്ളതാണ്. ഇത്തരം നിലയങ്ങളിൽ ചെയിൻ റിയാക്ഷനിലൂടെ അണുവിഭജനം നടക്കുന്നുമുണ്ട്. ഇതിൽ തന്നെ ചെയിൻ റിയാക്ഷൻ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വളരെ വലിയ അളവിൽ ഊർജം പുറത്തു വരികയും വൻ വിസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഈ പ്രവർത്തനം നിയന്ത്രിച്ച് ആവശ്യമായിട്ടുള്ള അളവിൽ ഊർജം ആവശ്യമായ അവസരങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്.
പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു അന്ന് ഉക്രൈൻ. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം സ്ഥാപിക്കാൻ റഷ്യൻ സർക്കാർ തിരഞ്ഞെടുത്തത് ഉക്രൈനിലെ ചെർണോബിൽ എന്ന വനപ്രദേശമാണ്. 1986 ഏപ്രിൽ 25 രാത്രി 4-ാം നമ്പർ റിയാക്ടറിൽ ഏതാനും എഞ്ചിനീയർമാർ അവരുടെ സുരക്ഷാ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ റിയാക്ടറുകളുടെ പ്രവർത്തനം നിർത്തേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഇന്ധന അറയിലെ ചൂട് കുറയ്ക്കുവാനായിട്ട് വെള്ളം പമ്പ് ചെയ്യാറുണ്ട്. ഇതിനുള്ള വാട്ടർ പമ്പുകൾ പ്രവർത്തിച്ച് തുടങ്ങാൻ ഏതാണ്ട് 1.5 മിനിറ്റ് എടുക്കുന്നു എന്നുള്ളതാണ്. ഇത് 30 സെക്കൻഡാക്കി കുറയ്ക്കാനായിരുന്നു പരീക്ഷണം എന്നുള്ളത്. എന്നാൽ ഇതിനിടെ പവർ 200 മെഗാവാട്ടായി കുറഞ്ഞു എന്നുള്ളതാണ്. അത്രയും പവർ കുറഞ്ഞത് നിലയത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ താറുമാറാക്കി എന്നുള്ളതാണ്. അതിനിടെ കൂളിംഗ് പമ്പുകളും നിർജ്ജീവമായി. ഇതോടെ റിയാക്ടർ തണുപ്പിക്കാനായിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജലത്തിൻ്റെ അളവ് കുറഞ്ഞ് ചൂട് കൂടുകയും റിയാക്ടറിലെ ജലം നീരാവിയായി മാറാനും തുടങ്ങി. അതോടെ പവർ ഉൽപ്പാദനം വർദ്ധിച്ചു എന്നുള്ളതാണ്. പ്രവർത്തനശേഷിയിലും അനേകമിരട്ടി കടന്ന് പവർ ഏതാണ്ട് 10,000 മെഗാവാട്ടിലെത്തിയപ്പോൾ മർദ്ദം താങ്ങാൻ സാധിക്കാതെയായി. ഒടുവിൽ 26 വെളുപ്പിന് ഏകദേശം 1:35 4-ാമത്തെ നിലയം പൊട്ടിത്തെറിച്ചു. ഉയർന്ന താപനിലയിൽ ഉണ്ടാകുന്ന ഹൈഡ്രജനിനെ തീപിടിച്ച് 3 സെക്കൻഡിനകം വീണ്ടും പൊട്ടിത്തെറിയുണ്ടായി. അങ്ങനെ ആണവ നിലയത്തിലെ ഭൂരിപക്ഷം ജീവനക്കാരും ഒരു പിടി ചാരമായി മാറി. റിയാക്ടറിലെ 2000 ടൺ ഭാരമുള്ള ഉരുക്ക് കവചം തകർത്ത് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ആകാശത്തേക്ക് 1 കിലോമീറ്റർ ദൂരത്തിലേക്ക് ചീറ്റിത്തെറിച്ചു എന്ന് വേണം പറയാം. എന്നാൽ അവർക്കായിട്ട് അതിലും വലിയ ഒരു ദുരന്തം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചെർണോബിലെ ഉദ്യോഗസ്ഥർ ഇതിനെ ഏതൊരു ആണവശാലയിലും ഉണ്ടാകാവുന്ന വിസ്ഫോടനമായി മാത്രം കണ്ടു. അതുകൊണ്ട് തന്നെ 100 കണക്കിന് അഗ്നിശമന സേനാംഗങ്ങൾ യാതൊരുവിധ സുരക്ഷാ സന്നാഹങ്ങളുമില്ലാതെ നിലയത്തിലെ അവശിഷ്ടങ്ങൾ നീക്കാൻ തുടങ്ങി. പ്രിപ്യാത്ത് നഗരവാസികൾ ആകാംക്ഷയോടെ കാഴ്ചകൾ കാണാനെത്തി. പക്ഷേ 100 ഹിരോഷിമയ്ക്ക് തുല്യമായിരുന്നു ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. അര ദിവസത്തിനുള്ളിൽ തന്നെ പരിസരവാസികൾ അണുപ്രസരണം ഏറ്റുകൊണ്ട് മരിച്ചു വീഴാൻ തുടങ്ങി എന്നുള്ളതാണ്. നിലയത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ വരെ വികിരണങ്ങൾ വ്യാപിച്ചു. ഏതാണ്ട് 20 മണിക്കൂറിന് ശേഷം കാര്യങ്ങളുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ അധികൃതർ പ്രിപ്യാത്ത്, ചെർണോബിൽ നഗരങ്ങളിൽ നിന്നായി ജനങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. 500-ലധികം ഗ്രാമങ്ങളിൽ ഒന്നും ചെയ്യാനാകാത്ത വിധത്തിൽ റേഡിയേഷൻ്റെ വിഷവിത്തുകൾ വിതയ്ക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. അനേകം ജനങ്ങൾ വികിരണവാഹകരായി മാറുകയും ചെയ്തു. ജനങ്ങൾ അത്ര നാളും കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൽ ഒന്നുപോലും അണുപ്രസരണം മൂലം തൊടാനാവാതെ ആയിരങ്ങൾ നിസ്സഹായരായിട്ട് വെറും കൈയോടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്തു. ചെർണോബിലെ ഈ ഒരു ദുരന്തം നടന്നിട്ട് ഏതാണ്ട് 38 വർഷങ്ങളായിട്ടും വികിരണങ്ങൾ കൊന്നൊടുക്കിയത് ലക്ഷക്കണക്കിന് പേരെയാണത്രേ. അനേകം ആളുകൾ ഇപ്പോഴും ക്യാൻസറിൻ്റെ പിടിയിൽപ്പെട്ട് കഴിയുന്നു എന്നുള്ളതാണ്. മരിച്ചവരിൽ കൂടുതലും കുട്ടികളോ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കളോ ആണ്. ഇപ്പോഴും ആ സ്ഥലങ്ങളിൽ വികൃതമായിട്ടുള്ള ശരീരഭാവങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവയവങ്ങളുമായിട്ട് അനവധി കുട്ടികളും മൃഗങ്ങളും ജനിക്കുന്നത് പതിവാണ്. ഈ മേഖലയിൽ ക്യാൻസർ നിരക്ക് ഏതാണ്ട് 2400% വർദ്ധിച്ചതായിട്ടും പഠനങ്ങൾ പറയുന്നു.